ഹായ് ഹലോ, ഹേമസുധ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹേമസുധയുടെ അടുക്കള വിശേഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ രാത്രി ഒരു വൈബാണ് നിങ്ങൾ കാണുന്നത്. രാത്രി എന്താ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ കറി വെക്കാൻ പോകുന്നുണ്ട്. എന്ത് കറിയാണെന്ന് ചോദിച്ചാൽ തിരച്ചി മീൻ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ തിരച്ചി എന്നാണോ പറയുന്നത്, തിരണ്ടി എന്നാണോ പറയണതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ തിരച്ചി എന്ന് പറയുന്ന കുറേ നാളുകൾക്ക് ശേഷം ഒരു പീസ് കിട്ടി. ഉച്ചയ്ക്ക് വെക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ രാത്രി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വറുത്താണ് നമ്മൾ വെക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് വെക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ തിരച്ചി മീൻ എങ്ങനെ വെക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയണം. നമ്മൾ വെക്കുന്ന രീതി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ടോ സംഭവം? നല്ല ഫ്രഷാണ് കേട്ടോ, നല്ല പച്ച, നല്ല കൊള്ളാം. അപ്പോൾ നമ്മൾ ഫോൺ ഒരു സൈഡിൽ വെച്ചേക്കും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങളൊന്ന് കാണിക്കുക. തിരച്ചി എന്ന് പറയുമ്പോൾ ഇനി ആളുകൾ കേൾക്കും അതെന്ത് മീനാണെന്ന് ചോദിക്കും. അതുകൊണ്ട് സംശയമുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് എടുത്ത് കാണിച്ചത്. അപ്പോൾ തേങ്ങ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അതിലോട്ട് മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളിതിലെന്ത് കൂട്ടൊക്കെ ചേർക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിതിലോട്ട് ചേർക്കുന്നത് ആദ്യം തേങ്ങ വറുക്കും, എണ്ണ ഒഴിച്ച് തേങ്ങ വറുക്കും. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ കുരുമുളകും ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഇടുന്നില്ല. ഉലുവ വറുത്തത് തീർന്ന്. അപ്പോൾ ഉലുവ ഒന്ന് വറുക്കണം. അപ്പോൾ ഈ തേങ്ങ വറുത്ത് അതിലോട്ട് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഉലുവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് വറുക്കുന്നത് കൊണ്ട് ഇതിലോട്ട് ഇടണ്ട, നമുക്കല്ലാതെ അതിലോട്ട് അരയ്ക്കുന്നതിൻ്റെ കൂടെ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ തേങ്ങ വറുത്ത് കോരി മാറ്റുന്നുണ്ട്, അതിന് ഉലുവയും കൂടെ വറുക്കണം. അപ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉലുവ, തേങ്ങ വറുത്തത്, മുളകും മല്ലി അതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് പുളി ഓവറായിട്ട് ചേർക്കണ്ട കേട്ടോ. പുളിയൊക്കെ ഒരു പൊടിക്ക് ചേർത്താൽ മതി. നമ്മൾ എല്ലാ മീനും വെക്കുന്നത് പോലെയൊന്നും പുളി ഇതിലോട്ട് പേരിന് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ആ ചട്ടിയിലോട്ട് തന്നെ ഉലുവയും വറുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ പാചകം ഒന്ന് കോപ്പി അടിക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. പാചകം എപ്പോഴും പറയുന്നത് പോലെ പാചകം പലർക്കും പല രീതിയാണു മക്കളെ, നമ്മുടെ രീതിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാചകം പലർക്കും പല രീതി, പല ടേസ്റ്റാണ്. നമ്മുടെ രീതികളും നമ്മുടെ ടേസ്റ്റും ഒക്കെയാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഉലുവ വറുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണം ഒരു പ്രത്യേകം തന്നെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ മണം? എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. ആ ഉലുവ വറുത്ത് വരുമ്പോഴത്തേക്കിൻ്റെ ഒരു മണം വരുമല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിവിടെ ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റിയിട്ട് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും പെട്ടിയൊക്കെ എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് മക്കളെ നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ കാണുക കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാണ്ട് ലൈക്കൊക്കെ ചെയ്യണം. നിങ്ങൾ ലൈക്കൊക്കെ ഇട്ടാലും നമ്മുടെ വീഡിയോ ഒക്കെ അങ്ങോട്ട് പോവുള്ളൂ. നിങ്ങൾ വന്ന് വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോണത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ എങ്ങും എത്താണ്ട് അവിടെ ചത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് നമ്മളോട് സ്നേഹം ഇല്ലെന്നാണ് തോന്നുന്നത്. സ്നേഹമുള്ളവരൊക്കെ ആണെങ്കിൽ എങ്ങനെയൊന്നും ചെയ്യത്തില്ല. പുറമേ ഉള്ളവരില്ലെങ്കിൽ ബന്ധുക്കളും കുടുംബക്കാരൊക്കെ കുറേ ഉണ്ട്. ഒന്നും നമ്മളെ നന്നാവുന്നത് ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത്. കുടുംബക്കാരും ബന്ധുക്കളൊക്കെ കുറേ ഉണ്ട്, അവരൊക്കെ ഒന്നും നമ്മളെ നന്നാവുന്നത് ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത്. പുറമേ ഉള്ളവരെ അടുത്തോട്ട് യൂട്യൂബ് കെട്ടിയെടുക്കാൻ അങ്ങോട്ട് ചാനൽ പറഞ്ഞു വിടുന്നതുമില്ല. അതാ മെയിനായിട്ട്. ബന്ധുക്കളും സ്വന്തക്കാരും അയൽവക്കക്കാർക്കും പൊതുവേ നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്ന് നന്നായിട്ട് യൂട്യൂബിനെ അറിയാം. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളെ അറിയാത്ത, നമ്മളെ കേൾക്കാത്ത, നമ്മളെ കാണാത്ത ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കാത്തതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമ്മുടെ ചാനൽ ചത്ത് കിടക്കട്ടെ. എന്തായാലും ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ വെള്ളം കൊടുക്കുന്നത് പോലെ വല്ല വീഡിയോസായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉലുവ വറുത്തെടുത്തിട്ടുണ്ട്. മൺചട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ വാങ്ങിച്ച് അടുക്കി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് കുറേ വാരി ഉപയോഗമില്ലെങ്കിൽ വാരി അങ്ങ് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ചു, അതിലോട്ട് എണ്ണ ഒഴിച്ചു, കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി കണ്ടല്ലോ, ഇച്ചിരി പുളി മതി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എരിവും പുളിവും ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ.
എന്നുവെച്ചാൽ എരിവും പുളിവും ഒക്കെ കൂടുതലും കുറവും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണക്കിനും എടുക്കുക. അപ്പം നമ്മളെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടിന് എന്തൊക്കെ ചേർത്തതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയണോ? അതിന് നമ്മൾ ഒരു വാക്ക് പലവട്ടം പറയണമെന്നുള്ള ഇത് നിങ്ങൾക്ക് പരാതിയുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയണോ? ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് കറിക്ക് ആവശ്യമായ തേങ്ങ തട്ടി കൊടുക്കുക. ആ തേങ്ങ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ച് തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഇച്ചിരി പുളി ഇട്ട് കൊടുക്കുക, കുരുമുളക് ആവശ്യത്തിന്, ഉലുവ ആവശ്യത്തിന് ഇട്ട് അരച്ചെടുക്കുക. ഉള്ളി ഇടുന്നില്ല. ഉള്ളി നമ്മളിതിലോട്ട് വശക്കുന്നത് കൊണ്ട് കൊച്ചുള്ളി ഇട്ട് അരയ്ക്കുന്നില്ല. അപ്പം നമ്മുടെ കറി ഇവിടെ നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കറി ഇവിടെ തിളച്ച് കേട്ടോ. കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മഹാസംഭവമായ തിരച്ചി മീൻ നമ്മൾ അതിലോട്ട് അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മളതിനെ തട്ടി കൊടുക്കുന്നുണ്ട്. എപ്പോഴും കറി തിളച്ചിട്ട് മീൻ ഇടുന്നത് എനിക്കിഷ്ടം. പലരും പല രീതിയാണ്. എൻ്റെ രീതി ഇങ്ങനെയാണ്. കറി തിളച്ചിട്ട് മീൻ ഇടുന്നതാണ് എനിക്കിഷ്ടം. എന്തായാലും ഇനി അവിടെ ചട്ടിയിലിരുന്നൊന്ന് വേവട്ടെ. വെന്തതിന് ശേഷം കാണാം. അപ്പോൾ കൂട്ടൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്ക് എന്തെങ്കിലും വിട്ടുപോയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും കറി അടിപൊളിയായിരുന്നു. ഒന്നും പറയില്ല, അടിപൊളി ടേസ്റ്റ്. ആവശ്യക്കാർ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ വെച്ച് നിങ്ങൾക്ക് ചോറ് തരുന്നതായിരിക്കും. നമ്മുടെ വീട്ടിൽ എത്താൻ പാകത്തിനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നാൽ നമ്മൾ ഇതുപോലെ തിരച്ച് മീനൊക്കെ കിട്ടുകയാണെങ്കിൽ വച്ചിട്ട് നിങ്ങളെ വിളിക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെയൊക്കെ തന്നെയാണ്. ഹേമസുധയെ കാണുക, കേൾക്കുക. ഹേമസുധയുടെ കുഞ്ഞടുക്കള വിശേഷമാണ്. ഹേമസുധയുടെ ഒരു കുഞ്ഞ് മീൻകറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ വിജയിക്കുന്നതുമില്ല. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ ഓപ്പൺ ടെറസിൽ വന്ന് കറിയൊക്കെ അടുപ്പിലായി. ഓപ്പൺ ടെറസിന് എന്നെ കണ്ടില്ല, ഹേമസുധയെ കണ്ടില്ല. ഹേമസുധയുടെ പാചകം മാത്രമേ വരുന്നുള്ളെന്നുള്ള പരാതിയും വേണ്ട. ഹേമസുധയെ കണ്ടല്ലോ. ഹേമസുധയ്ക്ക് 2 ദിവസം കൊണ്ട് മഴയൊക്കെ നനഞ്ഞ വയ്യായികയൊക്കെയാണ്. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറി ബാക്കിലിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഞാൻ അതും ചോറ് മാത്രമേ ഇട്ട് തന്നു. ഉച്ചയ്ക്ക് വെച്ച സാമ്പാറും ചക്കയും ചാളക്കറിയൊക്കെ ഉണ്ടെങ്കിലും രാത്രി ഞാൻ അതൊന്നും എടുത്തില്ല. ഈ കറിയും ചോറും മാത്രമായിട്ട് അടിപൊളിയായിട്ട് കഴിച്ച് ടാറ്റ ബൈ ബൈ.